എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫിയും ആ ക്വീനും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അവന്റെ കയ്യിലെ ആ ഒരു ഹാൻഡ് കഫ് അത് ഊരിക്കളഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ഉടനെ അവനെ വെല്ലുവിളിക്കുകയാണ്. ഓക്കെ, ഈ ഫൈറ്റിന് ഞാൻ തയ്യാറാണ്. ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുമെന്ന് ഉറപ്പല്ലേ? എന്റെ അടികെട്ടി പറന്നു പോവാൻ നീ തയ്യാറായിക്കോന്ന് പറയും. അത് കേട്ട് ക്വീനും അവന്റെ അസിസ്റ്റൻസും അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സും അവരെല്ലാവരും പൊട്ടിച്ചിരിക്കും. അതിനുശേഷം സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് പറയും, ഞങ്ങളുടെ ക്വീനിനെ കുറിച്ച് എന്തെങ്കിലും നിനക്കറിയോ? അദ്ദേഹത്തിന്റെ പവറിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ഒറ്റയടിക്ക് 100 പേരെ പോലും പപ്പടമാക്കുന്ന ആളാണ് ഞങ്ങളുടെ ക്വീൻ. അവന് നാഞ്ഞു തുമ്മിയ നീ തെറിച്ചു പോകുന്നു പറഞ്ഞ് ഇപ്പൊ ലൂഫിയെ പേടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ അവൻ പാറ പോലെ ചെറിയ പുഞ്ചിരിയൊക്കെ കൊടുത്ത് അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ ക്വീനിന് ഫുൾ സപ്പോർട്ടൊക്കെ കൊടുത്ത് ആ ഗോതയിലേക്ക് കയറ്റി വിടും. ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് സോൾജിയേഴ്സും ഗോതയിലേക്ക് കടന്നു വരികയാണ്. അപ്പാപ്പനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ. ആളുടെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ അങ്ങനെ കൂടി കൂടി വരും. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ആളങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന പ്രിസണേഴ്സിനാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. ആ ക്വീൻ ആണെങ്കിൽ ലൂഫിയെ ചവിട്ടി അരയ്ക്കാൻ പോവാണെന്ന് മനസ്സിലാക്കി ഒരുപാട് വിഷമത്തിലും സങ്കടത്തിലും അങ്ങനെ തല താഴ്ത്തി നിൽക്കും. അത് കണ്ട ക്വീനിന് കാലിയളകും. ഹലോ, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ തല താഴ്ത്തി നിൽക്കും. ഒരാൾ പോലും ഈ ഒരു ഫൈറ്റ് കാണാതിരിക്കാനായിട്ട് പാടില്ല. ഈ ജയിലിലെ റൂള്, തെറ്റിച്ചവർക്ക് കിട്ടുന്ന ശിക്ഷ അത് നിങ്ങൾ ഓരോരുത്തരും കാണണം. എങ്കിലും മാത്രമേ ഇനി നിങ്ങൾ റൂൾസ് ബ്രേക്ക് ചെയ്യാതിരിക്കൂ എന്ന് പറയും. എന്നിട്ട് അവരാണെങ്കിൽ വേറെ വഴിയില്ലാതെ നിസ്സഹായരായി അങ്ങനെ ആ മാച്ച് നോക്കി നിൽക്കും. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് മാപ്പ് പറയും. ഐ എം സോറി, ഞാൻ ഒറ്റൊരാൾ കാരണമാണ് നിനക്കതൊക്കെ സംഭവിച്ചത്. എനിക്ക് നീ ആ ഒരു ഫുഡ് കൂപ്പൺ തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിനക്കൊരിക്കലും ഈ ഒരു ഗതി വരില്ലായിരുന്നു. അതിന് ലൂഫി ആണെങ്കിൽ സൈലന്റ് ആയിട്ട് അവന്റെ കൂടെ നിൽക്കാൻ പറയും. അടുത്ത നിമിഷം ഒരുപാട് സോൾജിയേഴ്സ് വമ്പൻ ആയുധങ്ങളൊക്കെ ആയി ലൂഫി അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അവര് ക്ലോസ് തന്നെ താമസം. ലൂഫി അവന്റെ ഹോക്കി പവർ അത് റിലീസ് ചെയ്യും. ഹോക്കി പവറിനാൽ അവിടേക്ക് വന്ന സോൾജിയേഴ്സ് എല്ലാം തന്നെ ദൂരേക്ക് അങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. അവർക്കാണെങ്കിൽ ബോധമില്ല. ആ കാഴ്ച കണ്ട പ്രിസണേഴ്സും സോൾജിയേഴ്സും അവരെല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. കാരണം അത്രയും പവർഫുൾ ആയ സോൾജിയേഴ്സിനെ ലൂഫി അവൻ ഈസി ആയിട്ട് തോൽപ്പിച്ചു. പിന്നാണെങ്കിൽ കാര്യം പിടികിട്ടും ലൂഫിക്ക് ഹോക്കി പവർ ഉണ്ടെന്ന്. അതുപയോഗിച്ചാണ് ലൂഫി ഇതെല്ലാം ചെയ്യുന്നതെന്ന്. മത്സരം അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ വീണ്ടും വീണ്ടും സോൾജിയേഴ്സിനെ മുകളിലേക്ക് കയറ്റുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് റൈസോയും ആ സെല്ലിൽ കിടക്കുന്ന ആളും അവർ രണ്ടുപേരും നമ്മുടെ ലൂഫിയുടെ ഫൈറ്റ് അങ്ങനെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ആ ബാത്ത് ഹൗസ് കാണിക്കുകയാണ്. നമ്മുടെ പെൺപിള്ളേരാണെങ്കിൽ ആയിട്ട് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു കോഫി കുടിക്കാൻ ഇപ്പൊ മുകളിലേക്ക് പോവാണ്. അപ്പോഴായിരിക്കും ആ ആനിമൽ കിൻഡത്തിന്റെ ഹെഡ്ലൈനർ ആയിട്ടുള്ള ബാസിലും അവന്റെ അസിസ്റ്റൻസും അവരിപ്പോ അവിടേക്ക് കടന്നു വരിക. റോബിനും ടീമും ആണെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയും. അവർക്കാണെങ്കിൽ ടെൻഷൻ കൂടി വരും. നാമിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അവള് ഉണ്ടപ്പണിനോട് ചോദിക്കും, അവൻ നമ്മളെ പിടിക്കാനായിരിക്കോ വന്നിട്ടുണ്ടാവുക? നമുക്ക് എത്രയും വേഗം ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്താലോ? അതിന് ഉണ്ടപ്പെണ്ണ് പറയും, ഒരു കാരണവശാലും നമ്മൾ എടുത്തു ചാടാൻ പാടില്ല, വളരെയധികം കെയർഫുൾ ആയിരിക്കണം നമ്മുടെ ഓരോ മൂവ്മെന്റ്സ് എന്നും പറഞ്ഞ് അവൾ അങ്ങനെ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കും. അടുത്ത നിമിഷം ബാസിലാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് പറയും, കാലില് ചിഹ്നം അത് പച്ച കുത്തിയ ഒരാളെ പോലും ഞങ്ങൾ വെറുതെ വിടില്ല. സോ ആരും രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ പച്ച കുത്തിയവരെ ഞങ്ങൾ തീർച്ചയായിട്ടും നശിപ്പിക്കും. അത് കേട്ട് നമ്മുടെ പെൺപിള്ളേർക്ക് വലിയൊരു ഷോക്ക്. അവരുടെ പ്ലാൻ അതെങ്ങനെ ലേക്കായെന്ന് മനസ്സിലാവാതെ അവരിപ്പോ കൺഫ്യൂസ്ഡ് ആയി പരസ്പരം നോക്കും. ബാസിലാണെങ്കിൽ തലങ്ങും വിലങ്ങും നോക്കും. അപ്പൊ ഉണ്ടപ്പെണ്ണിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന നാമിയുടെ ഒരു ഭാഗം അവൻ കാണുകയാണ്. അത് മനസ്സിലാക്കിയ നാമിയാണെങ്കിൽ പതിയെ പുറത്തേക്ക് വരും. അടുത്ത നിമിഷം അവളുടെ ടവൽ അങ്ങനെ അഴിഞ്ഞു പോവാണ്. അവളുടെ സൗന്ദര്യം കണ്ട് അവിടെയുള്ളവരെല്ലാവരും ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അടുത്ത നിമിഷം ചോര അങ്ങനെ ചീറ്റി തെറിച്ച് ആരോ ഒരാൾ ഫ്ലൈ ചെയ്ത് പോവാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സാഞ്ചി. പിന്നെ എല്ലാവരുടെയും ശ്രദ്ധ അതിപ്പോ സാഞ്ചിക്ക് നേരെ തിരികെയാണ്. അവനാണെങ്കിൽ സാഞ്ചിയെ സൂക്ഷിച്ചൊന്ന് നോക്കും. അവന്റെ ജർമ്മ 66 കോട്ട് അത് കണ്ട് അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. ഡ്രേക്കിനും ഹോക്കിങ്സിനും ആണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ജർമ്മ 66നെ അവർക്ക് നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും ഇവൻ ഈവിൾ ആർമിയിലെ ഒരു മെമ്പറാണെന്ന് അവർ അടിച്ചു പറയും. അതേസമയം ജനങ്ങളാണെങ്കിൽ പേടിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. അപ്പോൾ പോയ സാഞ്ചി ആണെങ്കിൽ ഓടി വന്ന് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലേഡീസിനെ ഇൻസൾട്ട് ചെയ്യാൻ ചോദിക്കും. ഡീസലിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ സാഞ്ചിയോട് ചോദിക്കും, നീ ആ ഈവിൾ ആർമിയിലെ മെമ്പർ അല്ലേ? നീ എന്തിനാ ഈ സാധാരണ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളെ അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കണേ? അതിന് സാഞ്ചി ആണെങ്കിൽ മറുപടി പറയാതെ അവർ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. ഉടനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ഫൈറ്റ് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ സാഞ്ചി
അവൻ അങ്ങനെ ഇൻവിസിബിളായി നമ്മുടെ 3 ലേഡീസിനെ രക്ഷിച്ച് അവിടുന്ന് കൊണ്ടുപോവാണ്. ആ വില്ലന്മാർക്ക് മനസ്സിലാവും സാഞ്ചി അവന്റെ സ്യൂട്ടിന്റെ പവറിലാണ് അവിടുന്ന് ഇൻവിസിബിളായി പുറത്തേക്ക് പോയതെന്ന്. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവന് അവന്റെ പ്രിയപ്പെട്ട 3 ലേഡീസിനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞു. നാമിയുടെ ആ ലുക്ക് അത് ഓർക്കുമ്പോ വീണ്ടും വീണ്ടും അവന്റെ മൂക്കിലൂടെ ബ്ലഡ് അത് വന്നുകൊണ്ടേയിരിക്കും. സാഞ്ചി ആണെങ്കിൽ ആ ABC ടൗണ് അത് ലക്ഷ്യമാക്കി അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ടെൻഷൻ കൂടി വരും. കാരണം നമ്മുടെ ആൾക്കാരുടെ പ്ലാനിങ് അത് ഏകദേശം ആ വില്ലന്മാർ മനസ്സിലാക്കി കഴിഞ്ഞു. കാലില് മൂണിന്റെ സിമ്പിളുള്ളവരെ അവർ കണ്ടുപിടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. സോ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോയതുകൊണ്ട് തന്നെ ഇപ്പൊ ഒട്ടും വയ്യ. അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഫ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. സാഞ്ചി ആണെങ്കിൽ ഗേൾസിനോട് പറയും ട്രഫാൽഗർ ലോയുടെ 3 അസിസ്റ്റൻസിനെ ആ വില്ലന്മാർ പിടിച്ചു കഴിഞ്ഞു. ട്രഫാൽഗർ ലോ അവൻ എന്ത് വില കൊടുത്തും അവന്റെ അസിസ്റ്റൻസിനെ രക്ഷിക്കാൻ ആ വില്ലന്മാരുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ഉണ്ടപ്പണിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും. ലോയ്ക്ക് അവന്റെ അസിസ്റ്റൻസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്കും അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് പ്രസൻ കാണിക്കും. അവിടെയാണെങ്കിൽ രണ്ടാമത്തെ സെറ്റ് ഫൈറ്റിന് ലൂഫി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത്തവണ ഒരുപാട് പവർഫുള്ളായ മല്ലന്മാരെല്ലാവരും ആ ഗോതയിലേക്ക് ചാടിക്കയറും. ലൂഫി ആണെങ്കിൽ ഒറ്റ അടിക്ക് അവറ്റകളെല്ലാം അടിച്ച് തൂഫാനാക്കും. ലൂഫിക്കാണെങ്കിൽ മനസ്സിലാവും അവന്റെ പവർ അതിപ്പോ കൂടിക്കൂടി വരികയാണെന്ന്. ആ ഒരു ഹാൻഡ് കഫ് അത് പോയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് നന്നായിട്ട് അവന്റെ പവറൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് 3ാമത്തെ സെറ്റ് സോൾജിയേഴ്സ്. അവറ്റകളാണെങ്കിൽ ഗോതയിലേക്ക് കയറി വരുന്നതിന് മുൻപ് തന്നെ ലൂഫി അടിച്ച് അവറ്റകളെയും തോൽപ്പിക്കും. ലൂഫി ആണെങ്കിൽ ഇത്രയും ദിവസം അവിടെ നന്നായിട്ട് അധ്വാനിച്ചത് കൊണ്ട് തന്നെ അവന്റെ സ്ട്രെങ്ത് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. മാത്രമല്ല അവൻ ടയർഡ് ആവുന്നില്ല. അതേസമയം 2 സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ അപ്പാപ്പനെ കൊല്ലാനായി ആളുടെ അടുത്തേക്ക് വരും. അത് കണ്ട ലൂഫി അവന്റെ കൈ അങ്ങനെ നീട്ടി ആ 2 സോൾജിയേഴ്സിനെയും വലിച്ച് അങ്ങനെ തല്ലി കൊല്ലും. ലൂഫിയുടെ തൊട്ടു പുറകിലൂടെ ഒരുപാട് സോൾജിയേഴ്സ് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കും. അതിന് ലൂഫി ആണെങ്കിൽ കറങ്ങി കറങ്ങി അവറ്റകളെ അടിച്ച് താഴെയിടും. ലൂഫി ആണെങ്കിൽ അവരെ തല്ലി തല്ലി കൊല്ലും തോറും അവൻ വിളിച്ചു പറയും എന്റെ പവർ അത് പോരാ, എനിക്ക് ഇനിയും പവർ കിട്ടിയേ പറ്റൂ. ലൂഫിയുടെ മനസ്സിലേക്ക് അവസാനമായിട്ട് കൈഡോയായിട്ട് ഫൈറ്റ് ചെയ്ത ആ രംഗം കടന്നു വരികയാണ്. ആ സമയത്ത് ലൂഫി എത്രയൊക്കെ ഇടിച്ചിട്ടും കൈഡോയ്ക്ക് പവറിൽ പോലും ഏറ്റിട്ടില്ല. അവന്റെ ഒറ്റ പഞ്ചില് ലൂഫി തെറിച്ചുപോയി. സോ അതുകൊണ്ട് തന്നെ കൈഡോയെ തകർക്കാൻ അവൻ ഒരുപാട് പവർ ഇനിയും ആവശ്യമാണ്. ലൂഫി ആണെങ്കിൽ ഒരു സെക്കൻഡ് അവന്റെ മാസ്റ്റർ റെയിലിയെ കുറിച്ച് ചിന്തിക്കും. റെയിലിയുടെ പുറകിൽ വന്ന ഒരാനയെ ആളുടെ ഒറ്റ കൈ ഉപയോഗിച്ച് ഒരു വലിയ ഫോഴ്സ് ഉപയോഗിച്ച് ആനയെ തകർത്തില്ലാതാക്കി. എനിക്കും ഇപ്പൊ ആവശ്യം അതേ പവറാണെന്ന് ലൂഫി പറയും. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് റിങ്കു എന്ന് പേരുള്ള ഐസ് മൂടിക്കിടക്കുന്ന പ്രദേശം കാണിക്കും. അവിടെ ഒരുത്തനാണെങ്കിൽ ഒരുപാട് സ്ക്വാഡൊക്കെ കളക്ട് ചെയ്ത് അവന്റെ പുറകിൽ അങ്ങനെ സ്വരുക്കൂട്ടി വെക്കുകയാണ്. അവന്റെ തൊട്ടടുത്തേക്ക് ഇപ്പൊ സോറോ വരും. അവൻ ഫുൾ കലിപ്പില് ആ സ്ക്വാഡ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആളോട് ദേഷ്യപ്പെട്ട് പറയും മര്യാദയ്ക്ക് എന്റെ സ്ക്വാഡ് തിരികെത്താ. അതിനവൻ പറയും അത് നിന്റെ സ്ക്വാഡല്ല, സാക്ഷാൽ വാനോ കിൻഡത്തിന്റെ ലെജൻഡറി സ്ക്വാഡാണ്. അതൊരിക്കലും നിന്റെ കയ്യിൽ ഇരിക്കാനായിട്ട് പാടില്ല. അതിന് സോറോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് അവനെ നോക്കി ചിരിക്കും. അതിനുശേഷം അവന്റെ പുറകിലുള്ള വെപ്പൻസിലേക്ക് അവന്റെ കണ്ണു പോവാണ്. നീ ഒരു വെപ്പൻ കളക്ടറാണല്ലേ, എനിക്കും ഒരുപാട് വെപ്പൻസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് സോറോ ആണെങ്കിൽ അവനുമായി ഫൈറ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മീ വിത്ത് മല്ലു എപ്പിസോഡ്.